ഇന്ത്യയിൽ ലിംഗനിർണയം നിയമവിരുദ്ധമാണെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ലിംഗം നേരത്തെ അറിയാൻ സാധിക്കും. പല ദമ്പതികളും ഈ വിവരം തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കാൻ വ്യത്യസ്ത വഴികൾ തിരഞ്ഞെടുക്കാറുണ്ട്. അത്തരത്തിലൊരു ജെൻഡർ റിവീൽ വീഡിയോയിൽ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുന്നത്. ഒരു യുവാവും ഗർഭിണിയായ ഭാര്യയും മേശയ്ക്കരികിൽ നിൽക്കുന്നതാണ് വീഡിയോയുടെ തുടക്കം. മേശയിൽ ഒരു പാമ്പും ഉണ്ടായിരുന്നു. യുവാവിന്റെ കയ്യിൽ പാമ്പിനെ പിടികൂടുന്ന വടിയും കാണാം. യുവാവ് ഊതിയുയർപ്പിച്ച ഒരു കറുത്ത ബലൂൺ കടിച്ചു പിടിച്ച് പാമ്പിനെ പ്രകോപിപ്പിക്കുന്നു. പ്രകോപനം കൂടിയപ്പോൾ പാമ്പ് ബലൂണിൽ കൊത്തി. ബലൂൺ പൊട്ടിയപ്പോൾ അതിൽ നിന്ന് പിങ്ക് നിറത്തിലുള്ള കടലാസ് കഷ്ണങ്ങൾ പുറത്തേക്ക് തെറിച്ചു. ഇതവർക്കൊരു പെൺകുഞ്ഞാണ് ജനിക്കാൻ പോകുന്നതിന്റെ സൂചന നൽകുന്നു. ഈ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച യുവാവ് ഇത് വീട്ടിൽ ആരും പരീക്ഷിക്കരുതെന്ന് അടിക്കുറിപ്പ് നൽകിയിരുന്നു. വളരെ വേഗത്തിൽ വീഡിയോ വൈറലായെങ്കിലും യുവാവിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. ഗർഭിണിയായ ഭാര്യയെ അരികിൽ നിർത്തിക്കൊണ്ട് ഇത്തരമൊരു അപകടകരമായ പ്രവൃത്തി ചെയ്തതിനാണ് പലരും വിമർശനം ഉന്നയിച്ചത്. എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ എന്ത് ചെയ്യും? മരുന്ന് കയ്യിലുണ്ടോ അതോ ആംബുലൻസ് തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന് ചിലർ ചോദിക്കുന്നു. ലൈക്കുകൾക്ക് വേണ്ടി ഒരു ജീവിയെ ഉപദ്രവിക്കുന്നതിൽ ഞാൻ അതൃപ്തനാണ്. ആ പാമ്പ് നിങ്ങളുടെ മുഖത്ത് കടിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു എന്ന് മറ്റു ചിലർ അഭിപ്രായപ്പെട്ടു. അപകടകരമായ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. വന്യജീവികളുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധയും മുൻകരുതലുകളും എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ്. വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകളിൽ നിന്ന് തന്നെ യുവാവിന്റെ ഈ പ്രവൃത്തിയെ സമൂഹം എങ്ങനെ കാണുന്നുവെന്ന് വ്യക്തമാണ്. ഒരു ജീവിയെ അതിന്റെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറ്റി അപകടകരമായ സാഹചര്യത്തിലേക്ക് മനഃപൂർവ്വം കൊണ്ടുവന്നത് പലരെയും പ്രകോപിപ്പിച്ചു. ചിലർ യുവാവിന്റെ ശ്രദ്ധക്കുറവിനെയും അശ്രദ്ധയെയും രൂക്ഷമായി വിമർശിച്ചു. സ്വന്തം കുഞ്ഞിന്റെ ലിംഗനിർണയം പ്രഖ്യാപിക്കുന്ന ഒരു പ്രത്യേക നിമിഷം കൂടുതൽ ശ്രദ്ധേയമാക്കാൻ വേണ്ടിയാകും യുവാവിത് ചെയ്തതെങ്കിലും അതിന്റെ അപകടവശങ്ങളെക്കുറിച്ച് ഇയാൾ ചിന്തിച്ചില്ലെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. ജെൻഡർ റിവീൽ പാർട്ടികൾ ഇന്ന് ലോകമെമ്പാടും വലിയ പ്രചാരം നേടിയിട്ടുണ്ട്. പല ദമ്പതികളും ഇത് ആഘോഷമാക്കാറുണ്ട്. ഈ ആഘോഷങ്ങൾ പലപ്പോഴും അമിതമായ അപകടകരമാകുന്നതിന്റെ ഉദാഹരണങ്ങൾ പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചിലർ വലിയ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ മറ്റു ചിലർ വന്യജീവികളെ ദുരുപയോഗം ചെയ്യുന്നു. ഇത്തരം പ്രവർത്തികൾ ആഘോഷത്തിന്റെ സന്തോഷം നശിപ്പിക്കുക മാത്രമല്ല ഗുരുതരമായ അപകടങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. പലപ്പോഴും ഒരപകടം സംഭവിച്ചതിന് ശേഷം മാത്രമാണ് പലരും ഈ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കുന്നത്. ഈ വീഡിയോയിൽ കണ്ടത് ഒരു സാധാരണ പാമ്പാണോ അതോ വിഷമുള്ള പാമ്പാണോ എന്ന് വ്യക്തമല്ല. പാമ്പുകൾ സാധാരണഗതിയിൽ മനുഷ്യരുമായി നേരിട്ടുള്ള ഇടപെടൽ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ജീവികളാണ്. എന്നാൽ പ്രകോപിപ്പിക്കുമ്പോൾ അവ സ്വയരക്ഷയ്ക്കായി തിരിച്ചാക്രമിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ യുവാവ് പാമ്പിനെ പ്രകോപിപ്പിച്ചപ്പോൾ അത് ബലൂണിൽ കൊത്താൻ സാധ്യതയുണ്ടായിരുന്നു. ഈ കൊത്ത് പാമ്പിന്റെ ശരിയായ ലക്ഷ്യം തെറ്റി യുവാവിന്റെ മുഖത്തോ ഗർഭിണിയായ ഭാര്യയുടെ ദേഹത്തോ ഏൽക്കാൻ സാധ്യതയുണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഭീകരമായിരിക്കും. മാതാപിതാക്കളാകാൻ പോകുന്ന ദമ്പതികൾക്ക് തങ്ങളുടെ കുഞ്ഞിനെ വരവേൽക്കാൻ ആഗ്രഹിക്കുന്ന നിമിഷങ്ങൾ വളരെ വലുതാണ്. ആ സന്തോഷം സുരക്ഷിതമായ രീതിയിൽ ആഘോഷിക്കാൻ ഒട്ടനവധി വഴികളുണ്ട്. ഉദാഹരണത്തിന് നിറമുള്ള കേക്ക് മുറിക്കുക, നിറമുള്ള പുക ഉപയോഗിക്കുക, നിറമുള്ള ബലൂണുകൾ പറത്തി വിടുക തുടങ്ങിയവ. എന്നാൽ ഇത്തരം സുരക്ഷിതമായ മാർഗങ്ങൾ തിരഞ്ഞെടുക്കാതെ സമൂഹ മാധ്യമങ്ങളിൽ ലൈക്കുകൾ നേടുന്നതിനും ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിനും വേണ്ടി അപകടകരമായ വഴികൾ തിരഞ്ഞെടുക്കുന്നത് ആശ്വാസമല്ല.